നെറ്റ് എക്സാമിൻ്റെ സ്കോപ്പ് ഒന്നും കൂടി വൈഡൻ ആവുന്നു എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇന്നലെ UGCൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എത്രത്തോളം ആയിരുന്നു നെറ്റിൻ്റെ ഇതുവരെയുള്ള സ്കോപ്പ്, ആ സ്കോപ്പിനെ വളരെയധികം വൈഡൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നത്. ഇന്ത്യയിൽ ഇനി ഏതൊരാൾക്കും PhD ചെയ്യണമെങ്കിൽ അവർ നെറ്റ് എക്സാം അറ്റ്ലീസ്റ്റ് എഴുതിയിരിക്കണം എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾക്കും പല സംശയങ്ങളാണ്. ജൂണിൽ എക്സാം ഉണ്ടാവുമോ, ഇലക്ഷനായി കുറച്ചങ്ങോട്ട് നീണ്ടുപോകുന്നൊക്കെ. ജൂണിൽ അപ്പോൾ നെറ്റ് എക്സാമിൻ്റെ സ്കോപ്പ് ഒന്നും കൂടി വൈഡൻ ആവുന്നു എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇന്നലെ UGCൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് നമ്മുടെ ഈ നെറ്റ് ആസ്പിറൻസിന് ഇത് സംബന്ധിച്ച് ധാരാളം ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ബേസിക്കലി PhD അഡ്മിഷന് നെറ്റ് എക്സാം അത്രക്കു നിർബന്ധം അല്ലെങ്കിൽ കമ്പൽസറി ആവുന്ന ആ ഒരു രീതിയിലേക്കാണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇമ്പോർട്ടൻസ് കമ്പൽസറി ഉണ്ടാവുമോ? ഓക്കെ. അപ്പോൾ UGCയുടെ ഇന്നലത്തെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഹെഡിങ്ങിൽ തന്നെ, പബ്ലിക് നോട്ടീസിൻ്റെ ഹെഡിങ് തന്നെ വരുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആസ് എൻ എൻട്രൻസ് ടെസ്റ്റ് ഫോർ അഡ്മിഷൻ ടു PhD എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി നെറ്റ് എക്സാമിൻ്റെ ചരിത്രത്തിലൊരു ക്രൂഷ്യൽ ഒരു വഴിത്തിരിവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആയിരുന്നു നെറ്റിൻ്റെ ഇതുവരെയുള്ള സ്കോപ്പ്, ആ സ്കോപ്പിനെ വളരെയധികം വൈഡൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ നെറ്റ് എക്സാം എഴുതുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് JRF ക്വാളിഫൈ ചെയ്ത് PhD ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രാൻഡ്, രണ്ടാമത് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആവുക എന്നുള്ള അതിനുള്ളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്ത് ഇന്ത്യയിൽ ഇനി ഏതൊരാൾക്കും PhD ചെയ്യണമെങ്കിൽ അവർ നെറ്റ് എക്സാം അറ്റ്ലീസ്റ്റ് എഴുതിയിരിക്കണം എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനി എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും, അതല്ലെങ്കിൽ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും പ്രത്യേകിച്ച് അവരുടെ PhDക്ക് വേണ്ടിയുള്ള എൻട്രൻസ് ടെസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ എൻട്രൻസ് ടെസ്റ്റുകൾ മുഴുവനും ഒന്ന് ഏകീകരിക്കുന്ന രൂപത്തിൽ നെറ്റ് എക്സാം തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റിന് പകരമാക്കുക എന്നതാണ് ബേസിക്കലി ഇപ്പോഴത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സാധ്യമാണ്? അതായത് മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ എൻട്രൻസ് ടെസ്റ്റുകൾ നിർത്താൻ ഇനി ഒരുപാട് സമയമെടുക്കും, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബേസിക്കലി ഇപ്പോഴത്തെ ഇതിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് വിത്ത് വൺ നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് ഫോർ PhD അഡ്മിഷൻ ആസ് എ പാർട്ട് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020 എന്നുള്ളതാണ്. അപ്പോൾ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട്, അതിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഇപ്പോൾ JNUവിലാണെങ്കിൽ അവിടെ അവർ PhDക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. ഇതൊക്കെ മാറ്റിയിട്ട് കുട്ടികൾക്കൊന്ന് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു കോമൺ എൻട്രൻസ് ആയിട്ട് ഏതിനെ മാറ്റുക, നെറ്റിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് ഇതിനധികം സമയം ഉണ്ടാവില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കുന്നുള്ളതാണ്. കാരണം മറ്റുള്ള മാറ്റങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലേക്കുള്ളൊരു മാറ്റത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എൻട്രൻസ് ടെസ്റ്റുകൾ, PhDക്ക് വേണ്ടിയുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ നിർത്തലാക്കുകയും നെറ്റ് എക്സാം എഴുതിയിട്ട് അതിൽ നിന്ന് വിജയിക്കുന്നവർ പല രൂപത്തിലേക്ക്, പല കാറ്റഗറി, 3 കാറ്റഗറിയിൽ തന്നെയാണ് എന്ത് പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ നെറ്റ് എക്സാം എഴുതിയിട്ട് JRFും നെറ്റും കൂടി ക്വാളിഫൈ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് PhDക്ക് വേണ്ടി ഡയറക്റ്റ് ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ അവർ മറ്റു മാർക്കൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പരിഗണിക്കേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് നെറ്റ് എഴുതിയിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ്, അതായത് JRFിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ആളുകളും. മൂന്നാമത് അവരെഴുതിയിട്ട് JRFും കിട്ടിയിട്ടില്ല, നെറ്റും കിട്ടിയിട്ടില്ല, പക്ഷേ അവരാ എഴുതിയതിൻ്റെ മാർക്ക് എന്തിനു പരിഗണിക്കും? എൻട്രൻസ് ടെസ്റ്റായിട്ട്, എൻട്രൻസ് ടെസ്റ്റിൻ്റെ മാർക്കായിട്ട് പരിഗണിക്കും. അപ്പോൾ രണ്ടാം കാറ്റഗറിയിലുള്ള നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്ത ആളുകൾ, അതല്ലെങ്കിൽ നെറ്റും ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾ, ഇവരെ രണ്ടുപേരെയും PhD എൻട്രൻസിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതായത് അവർ എത്രയാണോ നെറ്റിൽ സ്കോർ ചെയ്തത് അതിന് 70% വെയിറ്റേജ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിന് 30% വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് അവരുടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ എൻട്രൻസ് രീതി നടക്കുന്നത്. ഇത് ബേസിക്കലി ഇതിനപ്പുറത്തും ഒരുപാട് കോൺസിക്വൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് ഫലങ്ങൾ എന്തിനുണ്ട് ഈ ഒരു തീരുമാനത്തിനുണ്ട്. പ്രത്യേകിച്ച് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ അവർക്ക് എൻട്രൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളെ മാറ്റി നിർത്തുന്നത്, ബാക്ക്വാർഡിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മാർക്ക് കുറച്ചു കൊടുക്കുന്നത്, ഇതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ മാസമായിട്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നെറ്റ് എക്സാമിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്കോർ 70% വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ആ ഒരു തരത്തിൽ കൂടി ഇതിന് കൃത്യമായിട്ട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ചിലപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ എന്താകാണ്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് പെട്ടെന്നുള്ളൊരു തീരുമാനം നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ജൂണിൽ എക്സാം വരുന്ന നമ്മുടെ നെറ്റ് ആസ്പിറൻസിന്
ഇത് അതിൻ്റെ സാങ്കേതിക കാരണങ്ങൾ ചിലപ്പോൾ ഇത് വേഗം വരികയാണെങ്കിൽ അവരെ ബാധിക്കുമോ? അതായത് അവരെ ആ ഒരു ആലോചന എന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിച്ചാൽ അതല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സാങ്കേതിക കാരണത്താൽ ഇനി ഡിസംബറിലേക്ക് ലേറ്റ് ആവുമോ? മനസ്സിലായി. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള നെറ്റ് എക്സാം ജൂണിലാണ് വരുന്നത്. 2024 ജൂൺ എക്സാമിലേക്കാണ് പോകുന്നത്. 2 മാസം കൂടി ഉണ്ടാവുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് തന്നെ ജൂൺ എക്സാമിൻ്റെ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പല ആളുകൾക്കും പല സംശയങ്ങളാണ്. ജൂണിൽ എക്സാം ഉണ്ടാവുമോ, ഇലക്ഷനായി കുറച്ച് അങ്ങോട്ട് നീണ്ടുപോകുന്നൊക്കെ. ജൂണിൽ എക്സാം ഉണ്ടാവും തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ മനസ്സിലാവുന്നത്. അപ്പോൾ ജൂൺ എക്സാം എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ബാധകമാവുമോ എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ബാധകമാവുമെന്നാണ്. ജൂൺ എക്സാമിനുള്ള കാരണം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ താഴെ തന്നെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ജൂണിനുള്ള എത്രയും പെട്ടെന്ന് വരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ അതിനൊരു സൂചന കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജൂൺ എക്സാം എഴുതുന്ന ആളുകൾക്കും ബേസിക്കലി 3 കാറ്റഗറിയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഒന്നാമത്തത് JRF ക്വാളിഫൈ ചെയ്യുന്നവർ, രണ്ടാമത്തത് അവർ നെറ്റ് ക്വാളിഫൈ ചെയ്തവർ, മൂന്നാമത് നെറ്റും JRFും ക്വാളിഫൈ ചെയ്തിട്ടില്ല പക്ഷേ എക്സാം എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ PhDക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ. ഇതൊന്നും ചെയ്യാത്ത ആളുകൾ, നെറ്റിനും ഒന്നിനും അപ്ലൈ തന്നെ ചെയ്യാത്ത ആളുകൾക്ക് ഒരു പക്ഷേ എൻട്രൻസ് PhDയിലേക്കുള്ള ഒരു അഡ്മിഷൻ ടെസ്റ്റിലേക്ക് പോലും പോകാൻ കഴിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ പോലും പരിഗണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ 2024 ജൂൺ എക്സാം മുതൽ അവർ നെറ്റിന് മാക്സിമം PG ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നെറ്റിന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ JRF അവാർഡ് ചെയ്യാൻ, പിന്നെ അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ നേടാനും നെറ്റ് നിർബന്ധമാണ്. ഇപ്പോൾ ഇപ്പം ഇനി ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതോടെ PhD അഡ്മിഷനും കൂടി എന്താണ് നെറ്റ് നിർബന്ധമാണുള്ള ആ ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ഇങ്ങനെ വരാനുള്ളൊരു കാരണമോ അതെന്തുകൊണ്ടാണ്? അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കും. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ അടിമുടി മാറുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൃത്യമായിട്ട് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ കൃത്യമായിട്ട് പരിഗണിക്കുന്ന എക്സാമിൻ്റെ പാറ്റേണിൽ മാറ്റം നമ്മളെപ്പോഴും പറയുന്നതാണ്. ഒരുപാട് ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരൊറ്റ എക്സാമിലൂടെ എല്ലാം അവരുടെ സ്കില്ല് അനലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ്, ഒറ്റ എക്സാം എന്നൊരു രീതിയിലേക്ക് രാജ്യം പോവുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒറ്റ എക്സാം. ഇതുവരെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികൾ നടത്തിയിരുന്ന ഡിഫറൻ്റായ എക്സാമുകൾ. ഇപ്പോൾ ഞാനൊക്കെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തത് അവിടുത്തെ പ്രത്യേക ടെസ്റ്റ് ചെയ്തിട്ടാണ്. JNUവിലാണെങ്കിൽ അവിടെ JNUE ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളതൊക്കെ ചെയ്യുന്നത് എന്താണ്, CUETൻ്റെ അണ്ടറിലാണ്. അതായത് ഒറ്റ ടെസ്റ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരികയാണ്. ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് കുട്ടികളുടെ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ, ആസ്പിറൻസിൻ്റെ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ അവർ ഡിഫറൻ്റായ യൂണിവേഴ്സിറ്റികൾക്ക് ഡിഫറൻ്റായ എക്സാമിന് വേണ്ടി ഡിഫറൻ്റായ പ്രിപ്പറേഷൻ നടത്തണം, ഒരേ കാലഘട്ടത്തിൽ തന്നെ നടത്തണം. ഇതൊക്കെ ഭയങ്കര പ്രയാസകരമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ മാറുക എന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അങ്ങനത്തെ ഹയർ എഡ്യൂക്കേഷനെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മാക്സിമം ആളുകൾക്ക് നെറ്റ് എക്സാം എഴുതുകയും അതിലൂടെ PhDയിലേക്ക് പോകാനുള്ളൊരു അവസരം കൂടി തുറക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുവിധം നെറ്റ് എഴുതുന്ന ആളുകളിൽ ഒരു 6% ആളുകൾ മാത്രം വിജയിക്കുകയും ബാക്കി 94% ആളുകൾ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി മാറാൻ പോവാണ്. അടിമുടി മാറ്റം അവിടെ വരികയാണ്. അതായത് JRF നെറ്റ് എന്നതിൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ PhD നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് PhD ചെയ്യണമെങ്കിൽ കൂടി നെറ്റ് ഇപ്പോൾ എന്തായാലും നിങ്ങൾ അപ്ലിക്കേഷൻ നടത്തിയിട്ട് എഴുതണം. അതിൻ്റെ സ്കോർ വെച്ചിട്ടാണ് PhDയിലേക്ക് അഡ്മിഷൻ പോകുക. ഇപ്പോൾ നമുക്ക് അറിയുന്നത് നെറ്റിന് നമ്മൾ എത്ര പെർസെൻറ്റേജ് കിട്ടി എന്നുള്ളത് മാത്രമാണ്. ഇനി കറക്റ്റായിട്ട് അതിൻ്റെ സ്കോറ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അത് PhDക്ക് നമ്മളൊരു എൻട്രൻസ് ടെസ്റ്റിൽ എഴുതിയപ്പോൾ സ്കോർ ചെയ്ത മാർക്ക് പോലെ പരിഗണിക്കുകയും ചെയ്യും. അതിന് പുറമെ ഇൻ്റർവ്യൂവിലുള്ള 30% വെയിറ്റേജും കൂടി കൂട്ടിയിട്ടായിരിക്കും PhDക്കുള്ള അഡ്മിഷൻ കൊടുക്കുക. അപ്പോൾ 94% ആളുകൾ പുറന്തള്ളപ്പെടുക എന്നുള്ളത് മാറിയിട്ട് വേറെയും ഒരുപാട് ആളുകൾക്ക് നെറ്റിൽ നിന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് എന്താണ് കിട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്കോപ്പ് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ നോട്ടിഫിക്കേഷൻ. ഇനി അതൊന്നും കൂടി ക്ലിയർ ആവാനുണ്ട്. എന്നാലും ഏകദേശം നമ്മൾ ഈ പറഞ്ഞ രീതിയിലായിരിക്കും നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. ദെൻ ഈ വരുന്ന 2024 ജൂണിലെ നെറ്റ് എക്സാം മുതൽ തന്നെ ഈ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ നമ്മൾ നെറ്റിൻ്റെ ഏതൊരു ആസ്പിറൻറ്റിനും ഉണ്ടായിരുന്നത് അവരിൽ വലിയൊരു വിഭാഗവും എന്തായാലും എക്സാം കഴിയുമ്പോൾ പുറന്തള്ളപ്പെടുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ PhD നിങ്ങൾ അധിക ആളുകളും PG ക്വാളിഫൈ ചെയ്ത ആളുകളിൽ അധിക ആളുകളും പ്രത്യേകിച്ച് നെറ്റിന് വേണ്ടിയുള്ള ഒരു ചിന്ത വരുന്നത് തന്നെ PhD ചെയ്തുകൊണ്ട് അക്കാഡമിക് ജേർണിയിൽ വലിയൊരു മുന്നേറ്റം നടത്തണം എന്നൊരു ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് നെറ്റ് എക്സാമിൻ്റെ സ്കോപ്പ് വിശാലമാകുന്ന ഒരു നല്ല സന്തോഷ വാർത്തയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ UGC കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അടുത്ത തവണത്തെ എക്സാമിൽ തന്നെ നിങ്ങൾ എന്തായാലും അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ജൂൺ എക്സാമിൽ തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ജൂണിൽ എക്സാം ഉണ്ട്. പുതിയൊരു സിലബസിന് വേണ്ടിയായിരിക്കും നമ്മൾ ഡിസംബറിൽ മിക്കവാറും എക്സാം എഴുതുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അലംഭാവവും കാണിക്കാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ 2024 ജൂൺ എക്സാമിൽ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക.